guys, welcome back to Vitox. Guys, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ചാലഞ്ച് നോക്കുകയാണെങ്കിൽ ടെലിപ്പതി ചാലഞ്ച്. ഓക്കെ, അപ്പോൾ ഇന്ന് 4 പേരാണ് മത്സരിക്കുന്നത്. ആർലുണ്ട് ആൻഡ് റാഷിക് ഡിബി ഉണ്ട്, എഡ്വിൻ BCB ഉണ്ട്, KMC കോമണ്ട്. ഗൈസ് ഓക്കെ, സോ നമ്മൾ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ ടെലിപ്പതി ചാലഞ്ച് ചെയ്തിരുന്നു. ഐ തിങ്ക് 1 വർഷം മുന്നേ തോന്നുന്നു. ഗൈസ് ഓക്കെ, അപ്പോൾ 1 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ടെലിപ്പതി ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് ഇവിടെ കൂടുതൽ മനസ്സിലാക്കിയിട്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഓക്കെ, ടെലിപ്പതി ഓക്കെ. അപ്പോൾ ഗൈസ് ചാർലിക്ക് ഇച്ചിരി വെയ്യായി ഉണ്ട്, പക്ഷേ പനിയാണ്. ആണോ? എന്നിട്ട് ചോര സൂചി കൊത്തിയപ്പോ അങ്ങ് വേദനിച്ച് ഇപ്പഴത്തെ കുത്തി വെച്ചിരിക്കണോ? ഇവിടെ അത്തക്ക വീട്ട് വെച്ച് ഇങ്ങനെ കുത്തിയിട്ട് അയ്യോ സാറിന് പോട്ടെ, അഭിനയൊക്കെ ബോളായി പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാലഞ്ചിന് വേണ്ടി ഒരു ബോളിൽ സം ക്വസ്റ്റ്യൻസ് ഉണ്ട് ഗൈസ്. ആ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ആൻസറും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു ഫേവറേറ്റ് അങ്ങനെ എന്തെങ്കിലും ആണ് വിചാരിക്കുക ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം എന്റെ ഫേവറേറ്റ് എഴുതണം, ആളിന്റെ ഫേവറേറ്റ് എഴുതണം, എഡ്വിൻ BCBന്റെ ഫേവറേറ്റ് എഴുതണം, കൊമ്പന്റെ ഫേവറേറ്റ് എഴുതണം. ഓക്കെ റെഡി അല്ലേ? ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ബോൾ വരണം, അതിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, ബോൾ വന്നില്ലേ ക്വസ്റ്റ്യൻ വരില്ല, അതുകൊണ്ട് ബോൾ ഇങ്ങനെ ആക്കുമ്പോൾ വരുന്നതാണ് പറഞ്ഞത്. നമുക്ക് 3, 2, 1. என்னால முடியல, டயர்டா இருக்கு. എല്ലാവർക്കും വരില്ല, എനിക്ക് അതെടുക്ക സാധനത്ത് കൈ വെക്കുക, അതുപോലെ നിൽക്കുക, അതുപോലെ നിന്നു. എല്ലാവർക്കും കയ്യിൽ വെക്കണം, എന്റെ കയ്യിൽ വെക്കണം. പോയല്ലേ, സാരില്ല പോട്ടെ ഗൈസ്, എന്റെ കയ്യിലാണ് ബോൾ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ളത്, പേപ്പറിലാക്കി ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എടുക്കാം. ഫേവറേറ്റ് കണ്ടന്റ് ക്രിയേറ്റർ. അപ്പോ അവരവരുടെ ഫേവറേറ്റ് കണ്ടന്റ് ക്രിയേറ്റർ ആണ് എഴുതേണ്ടത്. അവരവരുടെ അല്ല, ബാക്കിയുള്ളവരുടെ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യമേ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ എഴുതാം. ആദ്യം അവരവരുടെ ഫേവറേറ്റ് കണ്ടന്റ് ക്രിയേറ്റർ എഴുതാം. കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ യൂട്യൂബിലാവാം, ഇൻസ്റ്റാഗ്രാമിൽ എന്ത് എന്റെ പേര് ഞാൻ ഫസ്റ്റ് എന്തായാലും അവരുടെ എന്റെ കണ്ടന്റ് ക്രിയേറ്റർ നിർത്തിപ്പോ ഒന്നും ഇടാറില്ല. നിന്റെ ഫേവറേറ്റ് കണ്ടന്റ് ക്രിയേറ്റർ ആരാ? അയ്യോ കൊമ്പനാ. നീ എന്താ ഞാനല്ലേ പറഞ്ഞ ഒരു അക്ഷരം മാറിപ്പോയാൽ തെറ്റിപ്പോവും. കൊമ്പൻ അതല്ല, നീ ചാനലിലെ കൊമ്പനാണ് എഴുതിയത്. ഞാൻ ചാനലിന്റെ ഒന്നും എഴുതിയില്ല. നന്നായി. ഞാൻ വീട്ടോക്സ് എഴുതിയാണ് ചാർലിയുടെ. എന്റെ ഫേവറേറ്റ് കണ്ടന്റ് ക്രിയേറ്റർ സ്കൈലോഡ് 69. കാസ്ട്രോ കാസ്ട്രോയുടെ ഇഷ്ടമാണ്. ഞാൻ വീട്ടോക്സ് എഴുതി റൊണാൾഡോ 2 ഒന്നും എഴുതാൻ പറ്റുള്ളൂ. ആർക്കും വീട്ടോക്സ് ഇഷ്ടമല്ല. എന്താ ഇവിടെ ഉള്ളവർക്കൊന്നും വീട്ടോക്സ് ഇഷ്ടമല്ലല്ലോ. എന്റെ ഫേവറേറ്റാ KMC കൊമ്പൻ. ഞാൻ 4 വീട്ടോക്സ്. ഓ, വീട്ടോക്സിനോട് ഇത്രക്ക് ഇഷ്ടമുള്ള വേറെ ആരും ഉണ്ടാവില്ല കേട്ടോ. സോ നിന്റെ ഫേവറേറ്റ് ഏതാ? ഞാൻ പറഞ്ഞില്ല വീട്ടോക്സ് ആണ് ഇത്. ഞാൻ വീഡിയോക്സ് കാഴ്ച ചെയ്ത്. നീ ഇതില്ല കൊമ്പാച്ചന്റെ ഫേവറേറ്റ് ഏതാ? കൊമ്പാച്ചന്റെ ഫേവറേറ്റ് സുദീപ് സർക്കാർ. അല്ല, ഒരു ടൈമില് ഫേവറേറ്റ് ആയിരുന്നു. എനിക്ക് 2 പോയിന്റ് ഉണ്ട്. ചാർലിക്ക് എത്ര? എനിക്ക് കൊമ്പന് 0 പോയിന്റ് ഗൈസ്. ഓ മൈ ഗോഡ്. ഓക്കെ, സോ നമുക്ക് അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, ഇതിന്റെ പണിയൊന്നും ഇല്ലാത്ത ഇത് കയ്യിലുടങ്ങി വന്നാണ് ചലഞ്ച് കയറിയപ്പോഴേക്കും അത് പണിയൊന്നും ഉണ്ടാവില്ല. തുറക്ക്. സത്യം എനിക്ക് ഭയങ്കര കുഴപ്പമില്ല. ഫേവറേറ്റ് സോഫ്റ്റ് ഡ്രിങ്ക് സോഡ സർവത്ത്. അതല്ല, കുപ്പിയിൽ പറഞ്ഞ സാധനം പറയാം. കുപ്പിയിൽ വരണോ? സോഡ സർവത്ത് കുപ്പിയിലൊക്കെ. എനിക്ക് വേറെ സോഡ സർവത്ത് ശേഷം വേറെ സോഫ്റ്റ് ഡ്രിങ്ക് ഇല്ല ഫേവറേറ്റ് ആയിട്ടുള്ള. പറ, നിങ്ങൾ എഴുതിയത് പറ നോക്കട്ടെ. എഴുതിയത് സോഡ സർവത്തല്ലേ? അതും പറഞ്ഞില്ല. എന്റെ ഫേവറേറ്റ് എല്ലാവരും പെപ്സി. അത് കൊക്കോളല്ലേ? അല്ല, പെപ്സിക്ക് എനിക്ക് പോയി സ്ലൈസാ. നീ എന്ത് ചെയ്തത്? നീ എന്നിട്ട് ഒരു വട്ടം പോലും സ്ലൈസ് കുടിക്കണം. നീ എന്ത് ചെയ്ത്? നീ എന്ത് ചെയ്ത്? ഞാൻ ലിച്ച് എഴുതി. ഞാൻ എഴുതി എന്താന്നറിയോ? മറ്റേ പത്രിക കിട്ടും.
ഞാൻ എന്താ അറിയാം മറ്റേ റെഡ് കളറിലെ മറ്റേ ചപ്പലുകൾ കുടിക്കുന്ന സാധനമില്ലേ ചോപ്പ് കളറില് സ്റ്റിങ് അതിന് പേര് കിട്ടില്ല നീ സ്റ്റിങ്ങിനാണല്ലേ അതിന് പേര് കിട്ടിയില്ല കഴിച്ച് എനിക്ക് അതുകൊണ്ട് അപ്പൊ തെറ്റി അപ്പൊ ലിച്ചി പോയി. അപ്പൊ അതും തെറ്റി അതും തെറ്റി. ഇനി ചാർലിയുടെ പെപ്സി അല്ല. അല്ലേ ഗുവ എന്ത് പക്ഷെ നിങ്ങള് ഞാൻ മിക്കപ്പോഴും പോകുമ്പോഴും നിങ്ങൾ അതിന്റെ ഇത് കുടിക്കുന്ന കാണുന്നത്. എന്റെ ഫേവറേറ്റ് ഡ്രിങ്ക് പെപ്സി എഴുതി ആ അപ്പൊ അതും പോയി ഓക്കെ മോൺസർ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുടിച്ചിട്ടില്ലേ? എവിടെ കുടിച്ചിട്ടുണ്ട്? വല്ലപ്പോഴും കുടിക്കണ എങ്ങനെ നിങ്ങള് ശരി ഫേവറേറ്റ് ചോദിച്ചേ. ആ അത് ശരിയാ ചാർലിക്ക് 1 പോയിന്റ് എനിക്ക് 0 ഇവനൊന്ന് കൊമ്പനി 2. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ബൗൾ എടുക്കാം ഗൈസ്. നല്ല നോക്കി എടുക്ക് ഫേവറേറ്റ് സീരീസാ. ഫേവറേറ്റ് സീരീസ് എല്ലാരും തോറ്റ്. കാരണം എന്റെ ആർക്കും കിട്ടൂല. ഇവന്റെ സീരീസിന് പേരില്ല സീരീസാ പറഞ്ഞേട്ടാ. ഇവന് സീരീസിന് പേരില്ലാത്ത സീരീസ്. ഈ റൗണ്ടിൽ ഒരാൾക്ക് 1 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്റെ വക ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. ഉറപ്പാണോ? സമ്മാനം ഒരു ചായ ഒരു കടി. ഉറപ്പാണ്. ആ കാണാറുണ്ട് പറയാൻ പറ്റില്ല. ആനിമയ്ക്കകത്തൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ. ഞാൻ ഈ ഇടയ്ക്ക് ശ്രദ്ധിച്ചു. ജപ്പാനീസ് ഒക്കെ പറ്റുമോ? എനിക്ക് മനസ്സിലായില്ല ഈ കാർട്ടൂണിലൊക്കെ ഇതൊക്കെ കൊണ്ടുവന്നിട്ട്. ആനിമിന് കാർട്ടൂൺ എന്ന് പറഞ്ഞു. കാർട്ടൂൺ വേറെയാണ് ബ്രോ. നിന്റെ ഫേവറേറ്റ് പറ. എന്റെ കറുത്തമുട്ട്. കറുത്തമുത്ത് എന്താ എഴുതിയേക്കുന്നേ? ഇല്ല ഞാൻ അവന്റെ എഴുതിയില്ലല്ലോ. എഴുതിയില്ല. അവൻ ആകെ മണി ഗീസ്റ്റ് മാത്രമേ കണ്ടുണ്ടാവുള്ളൂ. മണി ഗീസ്റ്റ് കണ്ടോ? എന്തൊരു മണി കഴിച്ചു. എന്ത് പണി ചന്ദനമഴ ഞാൻ എഴുതിയിട്ടില്ല. ആർക്കും മാർക്കില്ലല്ലോ. കറുത്തമുത്ത്. കറുത്ത മാല അതെ കറുത്തമുത്ത് എഴുതിയേക്കണോ? എന്റെ ഫേവറേറ്റ് ഓൾ ഓഫ് us are dead. ആ എന്താ ഞാൻ എഴുതി. ഓൾ ഓഫ് us are dead. കോപ്പി ഇതെന്തിനു ഇയാളെ ഇരുന്ന് ഇതിൽ നമുക്കറിയാവുന്നല്ലേ. അല്ലല്ല ഞാൻ നേരത്തെ ഇതൊക്കെ എത്ര പ്രാവശ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഗെയിം ഓഫ് ത്രോൺസ് അല്ലേ നിങ്ങൾ? ഗെയിം ഓഫ് ത്രോൺസ് ചെയ്ത് കണ്ടല്ലേ? ഇല്ല കണ്ടിട്ടില്ല. അപ്പൊ അതും പോയി. ഇനിയിപ്പോ എന്റെ ഫേവറേറ്റ് മണി ഈസ്റ്റ് തന്നെ എഴുതി. നീ എന്താ എഴുതിയ? ഒന്ന് എഴുതിയില്ലേ? മണി ഈസ്റ്റ്. അപ്പൊ നമുക്ക് രണ്ടുപേരും ചെലവുണ്ട്. ചാർലിയുടെ എന്തായിരുന്നു? ചാർലിയുടെ ഡിമൺ സ്ലെയർ ഞാൻ എഴുതിയാണ്. ഞാൻ ഡിമൺ സ്ലെയർ എഴുതി. ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുണ്ടോ? ഇഷ്ടമാണോ? നിനക്ക് എത്ര മാർക്ക്? എനിക്ക് മാർക്കില്ല. സെയിം പിച്ച്. 2 മാർക്ക് എനിക്കും ചാർലിക്കും 0. നല്ല ഈസി ക്വസ്റ്റ്യൻസ് ചാർലി എടുത്തു വരും. ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ. ആ സൂപ്പർ. തോറ്റ്. ചാളിച്ചടാ എന്റെ കണ്ണിലേക്ക് നോക്കിയേ. എന്നിട്ട് ഐസ്ക്രീമിന്റെ ഫ്ലേവറിനെ പറ്റി ചിന്തിച്ചേ. കണ്ടല്ലേ അവനെ എഴുതി നീ കണ്ട് എന്ന് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യാൻ സമയമില്ല. റിസൾട്ട് ഇപ്പൊ കാണിച്ചരാവേ. ഇതൊന്നല്ല ഇങ്ങനൊക്കെ എഴുതിട്ട് 3-4 തെറ്റണം. ബാക്കി 4 3 തെറ്റണം. അപ്പൊ ബാക്കി പറഞ്ഞുതരാ. എന്റെ ഫേവറേറ്റ് സ്ട്രോബെറി. പട്ടി. ഞാനും പട്ടിന്ന് വിളിക്കാൻ. എന്താ എഴുതി? നീ എന്താ എഴുതി? ഞാൻ ഞാൻ പിസ്ത എഴുതി. സോറി നായെന്ന് പറയുന്നത് ഈ പട്ടി. സോറി പട്ടി. ഈ ബുദ്ധിമാൻ എപ്പോഴും പിസ്ത എന്ന് പറയുന്നത് സ്ട്രോബെറി കളിച്ചു എന്തിനാ? എന്റെ അതെന്താ പറയാ, എനിക്ക് സ്ട്രോബെറി ഏറ്റവും കൂടുതൽ ഇഷ്ടം. എപ്പോഴും സ്ട്രോബെറി ഇനി കാശ് കൊടുത്ത് കുറച്ച് കിട്ടൂല. അടിക്കാൻ വേണ്ടി. ആ നിന്റെ പറ. മാംഗോ. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല നീ മാംഗോ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ല. വെറുതെ കണ്ട കേട്ടത് എഴുതുക. മോൺസ്റ്ററിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പോയിന്റ്. മക്കളുടെ ഞാൻ എഴുതിയത് ചോക്ലേറ്റ് എഴുതിയത്. ഞാൻ മക്കളുടെ എഴുതിയത് പിസ്ത. നിങ്ങനെ വരട്ടെ. എന്റെ പറ. ഇല്ല മൈൻഡ് റീഡർ. പറ. നിന്റെ എഴുതി പിസ്ത. നീയോ? വേണ്ട. നീയോ? ചോക്ലേറ്റ്. എനിക്ക് ഒന്നാമത് കാഴ്ച എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല, അതിന്റെ ഫ്ലേവേഴ്സും ഇഷ്ടമല്ല. പക്ഷെ അച്ചിരികൾ കഴിക്കുന്നത് ചോക്ലേറ്റ് ആയിരിക്കും. കേസർ കുൽഫി. കേസർ കുൽഫി അത് പിന്നെ വിട്ടേക്കാം. ഞാൻ ജാക്ക് ഫ്രൂട്ടും പപ്പായ. അതൊന്നും ശരിക്കും സാധനം കേസർ കുൽഫി. അത് കേസർ കേസറിന്റെ സാധനം. കേസർ കുൽഫി എന്നൊരു സാധനം ഉണ്ട്. ഈസി റൗണ്ട് എല്ലാവർക്കും 0. ഇത് എന്തോ ഓക്കെ ഞാൻ എടുക്കാം. ബർത്ത്ഡേ ഡേറ്റ്. ആ സൂപ്പർ. എല്ലാവർക്കും മാർക്ക്. അയ്യോ എന്റെ കറക്റ്റ് എല്ലാരും എന്റെ കിട്ടൂടാ. എല്ലാരും എഴുതി തീർന്ന സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ബൂട്ട് ക്യാമ്പില് എല്ലാവരും ഡേറ്റ് ഓഫ് ബർത്ത് കാണാതെ അറിയുന്ന നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്. അയാളെ നമുക്ക് വിളിക്കാം.
വരൂ. ആമീസിന് എല്ലാരും ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല ഇവിടുത്തെ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആരുടെ പറയണ്ടേ? ഓക്കെ, ആദ്യം കൊമ്പന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. സെപ്റ്റംബർ 23. സെപ്റ്റംബർ 23. വർഷം പറയോ? വർഷം അറിയത്തില്ല. ഓക്കെ, സെപ്റ്റംബർ 23 ആണോ? 23 ആണ്. 1999. ആരൊക്കെ ശരിയാക്കിയിട്ടുണ്ട്? ഒരു ദിവസം കൂടി പോയി കുഴപ്പമുണ്ടോ? ഒരു ദിവസത്തിൽ ആരുണ്ട്? 24. എന്റെ തെറ്റ്. ഞാൻ 19 സെപ്റ്റംബർ എഴുതിയത്. എനിക്ക് മാസം അറിയായിരുന്നു, പക്ഷെ ഈ കൊച്ചിനെ എല്ലാവരുടെ അറിയാം. ഓക്കെ, എഡ്വിന്റെ ബർത്ത്ഡേ May 20. ആണോ? May 20 ആണോ? ശരിയാണോ? എവിടെ നോട്ടെ? 2003 ആണോ? 2003. ഓക്കെ, എന്നെ ഒരു വർഷം ഞാൻ കൂടുതൽ ഇതാക്കി 2002 പക്ഷേ May 20 അല്ലായിരുന്നു, ഞാൻ 3 എഴുതി. എന്റെ തെറ്റാ. ഞാൻ എഴുതിയിട്ടില്ല. എന്റെ പറ, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. October 20. അയ്യോ, 20 ആണോ? ശ്ശേ, ഞാൻ 26 എഴുതിയത്. ഞാൻ 19 എഴുതി വെച്ചു. October നീയോ? 20. എഴുതിയിട്ടില്ല. October 26 ഒക്ടോബർ 20, 1999. ഓക്കെ, ഇനി ആരും ശരിയായിട്ടില്ലല്ലോ. ഓക്കെ, ഇനി ചാർലിയുടെ പറ. December 10. ഡിസംബർ 10. December 10, 1998. ശരിയായി. നീ എന്താ ഇത് തെറ്റിച്ചോ? 24 മണിക്കൂർ ഇവന്റെ കൂടെ കിടക്കുന്ന ഇവൻ തെറ്റിച്ചു. 15 24 മണിക്കൂറും അല്ല, 24 മണിക്കൂർ ചാർലിയുടെ കൂടെയാണ് ബക്രി. എന്നിട്ട് അത് തെറ്റിച്ചു. മോശം, വളരെ മോശം. ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് എന്തൊക്കെ പരിപാടിയാണ്. അതന്നെ പറഞ്ഞത്. കാശ്മീർ വേറെ കാര്യം, ചാർലിയുടെ ബർത്ത്ഡേ ഇപ്പൊ അടുത്ത് കഴിഞ്ഞുള്ളതുകൊണ്ട് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതുകൊണ്ട് 1 പോയിന്റ് കിട്ടി. ആ, ചാർലിക്ക് എത്ര പോയിന്റാ? മൊട്ട. എനിക്ക് 1. അവിടെ മുട്ട. എനിക്ക് 2. ആര് 2? ചാർലി. ഓ, ഓക്കെ. അപ്പൊ ആമീസിന് 4 പോയിന്റ്. അത് മാത്രല്ല, ബൂട്ട് ക്യാമ്പിൽ ബാക്കി എല്ലാവരും ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം അല്ലേ? നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര? May 2. ഓക്കെ, ജാബി ചേട്ടന്റെ March 7th. ഇതെന്താ കാൽക്കുലേഷൻ? നീ ഇങ്ങനെ എഴുതി പഠിച്ചാ? അതൊക്കെ മൈൻഡ് റീഡ്. ഇത് ചെറിയ തലച്ചോറൊന്നല്ല ഇതിനുള്ളിൽ, വലിയ തലച്ചോറ അല്ലേ? ഓക്കെ, എന്നൊരു ടാറ്റ കൊടുക്കണ ടാറ്റ എന്ന് പറ. പിന്നെയും ബുദ്ധിപരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ, ചാർലി എടുക്കാൻ പോണു. ഫേവറേറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡ്. ചേട്ടാ മാറ്റി എഴുതരുത് കേട്ടല്ലേ? ചേട്ടാ മാറ്റി എഴുതല്ലേ? മാർക്ക് കളയല്ലേ കേട്ടല്ലേ? എല്ലാരും അവരവരുടെ ഫേവറേറ്റ് എഴുതണം കേട്ടല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. പറയൂ, സാറിന്റെ ഫേവറേറ്റ് എന്താ? എന്റെ ഐഫോൺ. ഐഫോൺ ആണോ ബ്രാൻഡിന്റെ പേര്? ആപ്പിൾ. എന്താ ആപ്പിൾ അത് തന്നെ. നോട്ടെ കാണി. ഐഫോൺ എന്ന് എഴുതിയിരിക്കുന്ന ആപ്പിൾ അത് ഐഫോൺ തന്നെയാടാ മണ്ട. ഓക്കെ, ആപ്പിൾ. ഞാൻ ആപ്പിൾ എഴുതി. നിന്റെ എന്റെ ഐബാൾ. നിങ്ങൾ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്ക്. എന്തൊരു നടക്കുന്നത്? നിന്റെ ഐഫോൺ ഉണ്ട്. നീ ഐബാള് ഉപയോഗിച്ചാൽ മതി. ഐഫോൺ ഉണ്ട്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഐബാൾ എന്റെ ഫസ്റ്റ് സെറ്റ് അതായിരുന്നു. ഐബാൾ. ഞാൻ ആപ്പിൾ എഴുതിയത്. എന്റെ ആപ്പിള്. ഞാൻ സാംസങ്. കള്ളക്കളവൻ. എല്ലാവരും ആപ്പിൾ എഴുതി. ഐഫോൺ 15, 13. ഫേവറേറ്റ് ഡ്രീം വിസിറ്റിംഗ് പ്ലേസ്. ഞാൻ എന്റെ ഫേവറേറ്റ് ഞാൻ പറയാം. ഫേവറേറ്റ് വിസിറ്റിംഗ് പ്ലേസ് സ്വിറ്റ്സർലാൻഡ്. ഞാൻ എഴുതിയത് വൈറ്റില ബ്രിഡ്ജ്. കഫേ വൈറ്റില ബ്രിഡ്ജിന്റെ അടിയിൽ. പാരീസോ? പാരീസ് ജിമ്മാണോ? ഇനി വക്രിയുടെ ഫേവറേറ്റ്. എന്റെ ന്യൂഡൽഹി അസ്ലം ബൈ ബട്ടർ ചിക്കൻ. അസ്ലം ബൈ ബട്ടർ ചിക്കൻ അറിയത്തില്ലേ? ബട്ടർ ചിക്കൻ കഴിക്കാൻ. എനിക്ക് തോന്നി. ഞാൻ വക്രിയുടെ ഫേവറേറ്റ് എഴുതിയത് അടിമാലി കല്ലാറൂട്ടി. അതൊക്കെ ഞാൻ ഓർക്കാൻ പോലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്ഥലമാ. ചാർലിയുടെ UK യോ? ന്യൂസിലൻഡ് എഴുതിയത്. ഞാന് ചാർലിയുടെ തായ്ലൻഡ് എഴുതിയോ? അല്ലല്ല മറ്റേ പട്ടായ മസാജ്. അയ്യോ, ഞാൻ പട്ടായ എഴുതിയത്. കൊമ്പന്റെ പട്ടായ എഴുതിയത്. പിന്നെ ചാർലി ചേട്ടൻ എഴുതിയത് ചുമന്ന തെരുവ് ബാംഗ്ലൂര്. കിഡി ഒക്കെ ഹാപ്പി ആയില്ലേ? 0. ഫേവറേറ്റ് സോഷ്യൽ മീഡിയ ആപ്പ്. കൊമ്പന്റെ ഫേവറേറ്റ് പറ. എന്റെ ഫേവറേറ്റ് ഇൻസ്റ്റാഗ്രാം. അരികെ ഡേറ്റിംഗ് ഞാൻ ക്ലബ് ഹൗസ് എഴുതി.
പണ്ട് ആ ആക്ടർ സമയത്ത് കയറിയിരുന്നു. ഇപ്പോഴും ബക്രിയുടെ ലുഡോ സോഷ്യൽ മീഡിയ ആപ്പാണ്. സോഷ്യൽ മീഡിയ എല്ലാരും പറഞ്ഞു മാറ്റി എഴുതിക്കോട്ടെ. സോഷ്യൽ മീഡിയ ആപ്പ് ആണല്ലേ വേണ്ട പാറാ നിന്റെ ഫേവറേറ്റ് ഫേസ്ബുക്ക് ഇത് ശുദ്ധ ചക്കത്തരാണ്. ഈ 24 മണിക്കൂറും ഇൻസ്റ്റാഗ്രാമിലാണുള്ളത്. ഇത് Instagram-ആണോ? ഗൈസ് ഞാൻ ഫേസ്ബുക്കാണത്. ഫേസ്ബുക്കിലെ റീൽസ് ആയിരുന്നു. ഇവര് വിചാരിക്കും ഇൻസ്റ്റാഗ്രാം ആണ്. എന്റെ പ്രശ്നമാണ് ഇതൊക്കെ. ഞാനെഴുതിയോ ടെലിഗ്രാം. സത്യം കേട്ടോ, അതാണ് ശരിക്കും എഴുതേണ്ടത്. ശ്ശേ. അവന്റെ ഫേവറേറ്റ് ടെലിഗ്രാമാ. ടെലിഗ്രാം ഒന്നുമില്ല. ടെലിഗ്രാമിൽ ആ സിനിമ കാണാൻ വേണ്ടി കയറി guys. എന്റേത് ഇൻസ്റ്റാഗ്രാം. എന്ത് തേങ്ങ നീ എന്ത് ചെയ്തി? ഓയോ അയ്യോ ഞാൻ ടിൻഡറും ബമ്പിളും എഴുതിയേ. അന്ന് തരം ഡേറ്റിംഗ് ആപ്പ്. ആണോ? അങ്ങനെ കണ്ടോ? എനിക്കറിഞ്ഞൂടാ. ആ നിന്റേതാ? Instagram. ചാർലി ശരി 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 ശരി. ചാർലിയുടെ ഒരു മാർക്ക് കിട്ടി. എനിക്ക് ഒരു മാർക്ക് കിട്ടി. ഞാൻ ബമ്പിൾ എഴുതി. ഇവൻ ഈ ബമ്പിള് ടിൻഡർ അല്ലാതെ വേറെ അറിഞ്ഞൂടെ? ഇവന് ആൻസർ ബമ്പിള് ടിൻഡർ പോയോ ഇതൊക്കെ ഇത് വേറെ അറിഞ്ഞൂടെ നിനക്ക്? ഇവരാണ് ജെന്യൂൻ അല്ലേ ഗൈസ്? ഞാൻ ഇവരുടെ ജെന്യൂൻ സാധനങ്ങൾ എഴുതി. ഇവര് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ആണല്ലോ നിന്റെ എന്തൊക്കെ തേങ്ങ പറയാ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടെലിഗ്രാം യൂസ് ചെയ്യുന്നവനാ. ഞാൻ 2 മാർക്ക് 0 1 എനിക്കോ. ഓക്കെ സ്വാർത്ഥം എടുക്കാം. എന്താണ് കാർ? കാർ ബ്രാൻഡ്. നമ്മൾ രണ്ടും ജയിക്കും ഇതില്. ഇത് ഉന്തിക്കൊണ്ടുപോകണം. ഉജാലേ ഉജാലയില് മറ്റേ കേട്ടിലാണ് കാറ് നിങ്ങളുടെ ഞാൻ ഇതുവരെ നിങ്ങളുടെ കാർ ഇഷ്ടമാണ്. ഉണ്ട്. മഴക്ക് ഇടുക്കിയില്ല. അത് വരുമ്പോ ഭയങ്കര സന്തോഷം. ചാർലിന്റെ പറ. എന്റെ കാർ എൻതൂസിയസ്റ്റ്. എന്റെ പോളോ GT-TS. പോളോ നീ പോളോ എടാ പോടാ, ഞാൻ സ്റ്റോറി എപ്പോഴും അത് ഇടാറ്. നമ്മുടെ ഫോർച്യൂണർ ഫോർച്യൂണർ ഇഷ്ടമാണ്. കാണിച്ചു കൊടുക്കല്ലേ അയ്യോ നിന്റേതായിരുന്നു. ഫോർച്യൂണർ കഴിഞ്ഞ ഏത് ഫോർച്യൂണർ ആണെന്ന് നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അതർ ഫോർച്യൂണർ എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. അതൊക്കെ മറന്നു. അതൊക്കെ പണ്ടത്തെ കാലങ്ങള്. കമന്റ് പറ. എന്റെ ഫേവറേറ്റ് മസ്താങ്ക്. നീ എന്താ എഴുതി പറ. നിന്റെ ഫോർച്യൂണർ അല്ലേ? ഫോർച്യൂണർ അതല്ല കൊമ്മന്റെ നിങ്ങൾ ഏത് എഴുതിയാണ്? ഞാൻ മസ്താങ്ക എഴുതിയത് സുസുക്കി അവ മസ്താക്ക്. ഞാൻ മസ്താക്ക് എഴുതിയേക്കാം. ഓക്കെ ഇനി നിന്റെ ബക്രീന്റെ പറ. ബക്രിയുടെ ഫോർച്യൂണർ. ഫോർച്യൂണറാ? അയ്യോ ഞാൻ എഴുതിയത് ബക്രീടെ മാരുതി 800. അതാണ് നിന്റെ സൈസിന് പറ്റുന്നതല്ലേ. പോളോ GT തന്നെ. ഇനി എന്റെ ടെസ്ല. മാരുതി. ഞാൻ മക്കളാരെ എഴുതിയ. വീണ്ടും മുട്ട. നീ എന്താ എഴുതി? റോൾസ് റോയ്സ്. ഓ ചാർലിക്ക് 2 മാർക്ക്, എനിക്ക് 2 മാർക്ക്. കൊമ്പനൊന്ന്. ഇവിടെ മുട്ട. ഇത് കഴിഞ്ഞ ഹാർട്ടൊക്കെ മുട്ട. 0 എന്താണ് ഫേവറേറ്റ് ഡിസ്ട്രിക്ട്. അപ്പൊ എന്റെ ഫേവറേറ്റ് ഡിസ്ട്രിക്ട് പറയാം. മലപ്പുറം. ആരൊക്കെ എഴുതിക്കണ? ആരും എഴുതിയില്ല? നീ ഏത് എഴുതി? പാലക്കാട് നാടിന് ഇഷ്ടപ്പെട്ടു. പാലക്കാട് എഴുതിയേ? നീ എന്താ എഴുതി? ഞാൻ ഇടുക്കി. എന്റെ ഫേവറേറ്റാ. ഞങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത സ്ഥലം. അയ്യോ അങ്ങനെയല്ല ഗൈസ്, ഇങ്ങേറെ വീടിന്റെ ആ ഒരു സ്ഥലം ഫ്ലോപ്പായി. അത് ഫ്ലോപ്പ്. അപ്പൊ എല്ലാവർക്കും 0. ഓക്കെ ചാർലിയുടെ ഫേവറേറ്റ് ഏതാ? എന്റെ ഇടുക്കിയാ. ഇടുക്കിയാ? പലര് ഇടുക്കി ഇതിൽ ഞാൻ വെട്ടിക്കളഞ്ഞിരിക്കാമെന്ന് അയ്യോ ഞാൻ ഈ ഗെയിമാണ് എഴുതിയത്. ഞാൻ ഈ ഗെയിം. നീ എന്താ എഴുതി? തൃശ്ശൂർ. തൃശ്ശൂരെ പുച്ചിക്കല്ലേ? അല്ല അങ്ങനെ വിളിച്ചല്ല. തൃശ്ശൂരെ പുച്ഛിച്ചല്ല, നിന്നെ പുച്ഛിച്ചതാ. NTPCB-യുടെ ആലപ്പുഴ. ഏതാ ഫേവറേറ്റ്? ഏതാ ഫേവറേറ്റ്? ഏതാ? കോട്ടയം. അപ്പൊ തന്നെ സ്വന്തം നാടില്ലേ? സ്വന്തം നാടല്ലല്ലോ, ഇഷ്ടപ്പെട്ട നാടല്ലേ എഴുതണ്ടേ? ഇഷ്ടപ്പെട്ട ജില്ല. അപ്പൊ സ്വന്തം നാട് ഇഷ്ടമായി. ഞാൻ ആലപ്പുഴ എഴുതി കേട്ടോ. ഞാൻ ആലപ്പുഴ. എനിക്കറിയുന്നില്ല ആലപ്പുഴ എഴുതും. ഇപ്പൊ കോട്ടയത്തിനോട് ആ നാട് വിടത്തില്ലെന്ന് എനിക്കറിയാം. അപ്പൊ ഒന്ന് കിട്ടി. ചാർലിക്ക് 2 ആയിരിക്കും. എന്റെ കോട്ടയം ആലപ്പുഴ ബോർഡറാണ്. അപ്പൊ എനിക്ക് അപ്പൊ സ്വന്തമായിട്ട് ഒരു ജില്ല ഇല്ല. ചേർത്തല ആലപ്പുഴയല്ല. ചേർത്തല ആലപ്പുഴ. എന്റെ വീടിരിക്കുന്ന സ്ഥലം കോട്ടയം ആലപ്പുഴ ബോർഡറാണ്. ആണ് തണ്ണീറൊക്കെയാണ്. അതിന്റെ വേലിക്കപ്പുറമാണ് കോട്ടയം. അതെ അതെ. ഞാൻ ജോലിയിലേക്ക് വരുമ്പോ കോട്ടയാവും, അടുക്കളയിലേക്ക് വരുമ്പോ ആലപ്പുഴയാവും. ഓക്കെ അടുത്തെടുക്കാൻ പോണേ. ഡ്രീം ജോബ്. പണിയില്ല. പറയല്ലേ ഇപ്പൊ തന്നെ. സോറി ബ്ലാങ്ക് ചെയ്തിട്ട് അവിടെ. നോ ജോബ്.
അയ്യോ അത് എഴുതാൻ പറ്റില്ല. കൊമന്റ് അറിയാൻ ജോബ് എഴുതാൻ പറ്റില്ല. സോറി ഗൈസ്. അപ്പൊ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഏതെങ്കിലും ജോബ് എഴുതാം. കൊമന്റ് ഫേവറേറ്റ് ഡ്രീം ജോബ് ഗെയിം ഡെവലപ്പർ. ഓ നീ എന്ത് ചെയ്തി? നീ എന്ത് ചെയ്തി? നീ എന്താ എഴുതിയേ? ഗെയിമിംഗ് ക്രിയേറ്റർ അയ്യോ അതല്ല, അതൊന്നും ജോബല്ല. എന്റെ കണ്ടുപിടിക്കും, നിങ്ങൾ കണ്ടുപിടിക്കും. നീ പറ. പണ്ടത്തെ ആഗ്രഹമായിരുന്നു, പക്ഷെ നടക്കൂലെന്ന് എനിക്കറിയായിരുന്നു. പറ, പറ. പിന്നെ ഞാൻ അയ്യോ അയ്യോ എന്ത്? നിന്നെ പറ, നിന്നെ പറ, നിന്നെ പറ. ഞാൻ ഇപ്പൊ എഴുതി വേണ്ട വേണ്ട വേണ്ട. നിന്റെ ആഗ്രഹം വോളിബോൾ പ്ലെയർ ആണ്. അയ്യേ, അത് പ്ലെയർ അല്ലേ? അയ്യേ. അല്ല, അതിലൂടെ എത്തണമെന്ന് ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു. പറ. ആർമി. ഓക്കെ ഓക്കെ. നീ എന്ത് ചെയ്തി? ഞാൻ ബിസിനസ്. ഞാൻ ബിസിനസ് എന്ന് എഴുതിയ അവന്റെ. ഇവന് ബിസിനസ്സിലെ പഠിക്കുന്നേ. കച്ചവടം പെട്ടുപോയതല്ലേ? പക്ഷെ ഇപ്പൊ എന്റെ മെന്റലും ബിസിനസ്. എന്റെ ഫോട്ടോഗ്രാഫർ ഓർ വീഡിയോഗ്രാഫർ. ഓടോ ഞാൻ ആദ്യം ഓർത്തറേ ബിസിനസ് എഴുതിച്ചു. ബിസിനസ് ബിസിനസ് എന്താ? മോഡല്. ഓ അതുണ്ട്. നിങ്ങളുടെ മോഡലാണ് മോഡലിംഗ് അതുണ്ട്. അതുകൊണ്ടാ അപ്പൊ ഞാൻ അല്ല അതെ അത് ഞാൻ എഴുതിയത് ഫോട്ടോഗ്രാഫറാ. ചാലയാസിന്റെ ഏതാ? എന്റെ ബിസിനസ്. ഞാൻ കാർ കാർ ഭ്രാന്ത ജോലി സെറ്റാക്കുന്നു വിചാരിച്ചു പോയി കയ്യിൽ നിന്ന് പോയി. അടുത്തെടുക്കാം. ഫേവറേറ്റ് ബൂട്ട് ക്യാമ്പ് മെമ്പർ. ഒരാളുടെ പേര് ഏതാ? ഉള്ള കാര്യം പറഞ്ഞേക്കാം. കോമട്ട് എഴുതരുത്. എല്ലാവരുടെ പേര് എഴുതി വെക്കാം. അത് പിന്നെ അങ്ങനെയാണത്. ഇത് എഴുതാൻ പറ്റത്തില്ല, അതാണ് ഏറ്റവും വലിയ. ഇത് സംഭവം ഒരാളുടെ പേരൊന്നും എല്ലാവർക്കും എല്ലാവരും ഇഷ്ടമാണ്. അല്ല ഒറ്റൊരാളുടെ പേര് എഴുതാൻ പറ്റൂല. ഒരാൾക്ക് പിന്നെന്ത് രണ്ട് എല്ലാവരും പേര് എഴുതണ്ടേ? എനിക്കെല്ലാവരും ഞാൻ പറഞ്ഞു വന്ന കേസ് ഇവിടെ എല്ലാവർക്കും എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഒരു പേര് എഴുതാം. എന്തൊരു തേങ്ങ, അതൊന്നും പറ്റൂല. നമുക്ക് തോന്നുന്ന ഒരു പേര്. ഇതിപ്പോ മറ്റേത് കണ്ടുപിടിക്കാൻ പോണേ. ഞാൻ എല്ലാവരുടെയും ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, അവരാരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല. അതേപോലെ ആവും. ചാർലിയുടെ ഫേവറേറ്റ് ആരാണ്? ആമി. ആമി. എന്റെ ഉത്തരം ബ്രാൻഡ് മൂവ്. നീ എന്താ എഴുതി? നീ കഴിഞ്ഞില്ല ഇവിടെ വച്ചാ? ഇല്ല, അത് വെട്ടിയെഴുതിയല്ല. ഇത് എന്റെ അയ്യോ എടാ ഞാനും ചാർലിയുടെ വക്കരുന്നാടാ. അയ്യോ തെറ്റാണല്ലേ, സോറി. വിഷമായി. ഞാൻ എഴുതാണ്ടെന്നാന്ന് വിചാരിച്ച, പിന്നെ ഒരു മാർക്ക് കിട്ടൂലെന്ന് വിചാരിച്ചു. ആർക്കും ഫേവറേറ്റ് അല്ലല്ലോ വക്രീന്. ഓക്കെ സോ അതല്ല, എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് എല്ലാവരും ഭയങ്കര കാര്യമാണ്. ഒരാളുടെ പേര് എഴുതി കഴിഞ്ഞാൽ ഒരാൾക്ക് എന്റെ ഫേവറേറ്റ് ആമി. എന്റെ ഫേവറേറ്റ് ആമി. അടിപൊളി. ഇവന്റെ ഒഴിച്ച് ബാക്കിയല്ല ഞാൻ ആമി എഴുതി. ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് എഴുതി ആമിന്റെ. നീ എന്താ എഴുതി? ഞാൻ ജെന്യുവൻ ആണ്. ആർക്കും കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി ആമിന്റെ പേരെ ചാർലിദാസ്. അയ്യോ ചാർലി, പക്ഷെ ആമയുടെ പേര് എഴുതിയില്ലോ. നിന്റെ ഫേവറേറ്റ് ഏതാ? ചാർലി ആണോ? അയ്യോ നിന്റെ ഫേവറേറ്റ് ചാർലിയാ? പക്ഷെ തിരിച്ച് ചാർലിയാ എഴുതിയില്ലേ? ചാർലി എഴുതില്ല, ചാർലി എഴുതില്ല. അത് മോശമായി പോയി. ഓക്കെ വക്രിയുടെ ഫേവറേറ്റ് ഏതാ? ചാർലി അല്ലേ? ഞാന് ഡോം എഴുതി. ഇനി കൊമ്പന്റെ ഫേവറേറ്റ് പറ. ആമിയോ? അതാ ഞാൻ ഡോം എഴുതി. എന്താടാ നിങ്ങൊന്നും ഡോമിന് ഇഷ്ടമല്ലേ? ആർക്കും പാവം ഡോമ്. ഇവരാരും ജെന്യുവൻ അല്ലേ? ഇവരെല്ലാരും ആമിന്. ഞാൻ അത് തിങ്ക് ചെയ്തില്ല. വേറെ കൊണ്ടല്ല, ഇതാകുമ്പോഴത്തേക്ക് ആർക്കും കേന്ദ്രീ അടിക്കത്തില്ല. അല്ലല്ല, എനിക്ക് ആമീസിനെ ഇഷ്ടം. ഈ പെരട്ടേക്കാട്ടുന്നല്ല ആമീസ. എല്ലാരും ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങനെ കളിയാക്കും അല്ലേ? അതൊക്കെ നീ സീരിയസ് ആയിട്ട് എടുത്തോ. ഓക്കെ എന്നാലും നീ അവന്റെ പേര് എഴുതിയില്ല. കേന്ദ്രീ അടിക്കും, അതൊക്കെ വേറെ മാറ്റർ. പക്ഷെ എന്നാലും ഞാൻ ഇക്കടെ റൂം ഷിഫ്റ്റ് ചെയ്യാൻ പോവാ. ഇന്ന് മന്തി എനിക്ക് മന്തി ഒന്നും വേണ്ട. നിങ്ങളെ ഉറപ്പല്ലേ? എന്തൊരു മന്തി എനിക്ക് വേണ്ട. ആലോചിക്കട്ടെ. ഓക്കെ ഒരു മാർക്ക്. നിനക്ക് എത്ര? മാത്രമേ 0-0. ഓക്കെ ഉണ്ടെങ്കിൽ ഞാൻ വക്രയുടെ പേര് എഴുതുവാണ്. നമ്മുടെ ഈ ഒരു ഹൂ നോസ് മീ ബെറ്ററിലെ ലാസ്റ്റ് കാഴ്ച ലാസ്റ്റ് സാധനമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫുഡ്. ഫേവറേറ്റ് ഫുഡ് അല്ലെങ്കിൽ നിന്റെ മൈൻഡ് റീഡിങ് കിങ്. എഴുതിക്കോ. കൊമ്പന്റെ പറഞ്ഞോ. എന്റെ തന്തൂരി സിംഗർ പറഞ്ഞു. നീ എന്താ
എടാ ഞാൻ ദോശ സാമ്പാർ ചെയ്തടാ. ഈ മോൻ 24 മണിക്ക് ദോശ സാമ്പാർ എന്ന് പറഞ്ഞാൽ ചമ്മന്തി ആണെങ്കിൽ ഓക്കെയാണ്, സാമ്പാർ ദോശ പൊറോട്ട സാമ്പാർ എന്ന് പറഞ്ഞ ടീമാണ്. ഓക്കെയാണ്. അല്ല പക്ഷെ എനിക്കിപ്പോ ഇഷ്ടം തന്തൂരി finger burger. ഞാൻ ആ ലെവലോട്ട് ഒട്ടും ചിന്തിച്ചു കേട്ടോ. പൊറോട്ട സാമ്പാർ നിന്നിടത്ത് എടുക്കണ തന്തൂരി പൊറോട്ട സാമ്പാർ കിലോ. എന്റെ സദ്യ. സദ്യയാണോ? എടേ, ഇത് ഞാൻ വഴിക്ക് പോകത്തില്ലാത്തവരാ. ഇനി നിനക്ക് പറ. എന്റെ സദ്യ നല്ല ഓണസദ്യ. നീ എന്ത് ചെയ്തി? അവന്റെ മന്തി ഞാൻ മുഴുവൻ എന്ത് ചെയ്തി? ഞാൻ ഹോട്ട്സ്പോട്ട് മന്തി എഴുതി വെച്ചു. അപ്പൊ ഫേക്ക് കളിച്ച് നമ്മളെല്ലാരും ഓരോരുത്തരും എഴുതിയപ്പോ ഇപ്പൊ ഫേക്ക് കളിച്ചു. ബക്കറി ഫേക്ക് കളിച്ചു guys. Okay, അതിന് എന്റെ ഫേവറേറ്റ് ഗീ റൈസ്. നീ എന്ത് ചെയ്തി? ബിരിയാണിയോ? അയ്യോ ബിരിയാണിക്ക് ഇഷ്ടമല്ല. നീ എന്ത് ചെയ്തി? ബീഫാ? ഫുഡോ? പിന്നെ ബീഫ് ഒരു മാംസമാണ്. ഞാൻ ആകെ ആസ്വദിച്ചിങ്ങനെ കഴിക്കുന്ന സാധനം മാത്രമാണ് ബീഫാ? ബീഫ് കിട്ടുമ്പോ നിങ്ങൾ ഒരുമാതിരി അതിനെ ഒരു പ്രണയിച്ച് തിന്നുന്നവരെ ബീഫിന് മീറ്റ് ആണ്, നല്ല പ്രോട്ടീൻ. അതിനെ വളച്ചിരുന്നതിന് മര്യാദക്ക് നിന്നാ പോരെ. ചാർലിയുടെ ഫേവറേറ്റ് എന്താന്ന് പറഞ്ഞ എന്റെ ഹോട്ട്സ്പോട്ട് മന്തി. ഞാൻ കുഴിമന്തി ചെയ്തിട്ടുണ്ട്. ഹോട്ട്സ്പോട്ട് മന്തി എന്ത് മന്തിയാലും മന്തി തന്നെയാണ്. നീ ശരി. എന്താ എഴുതിയ? എന്തോ ഒപ്പിച്ച് നീ എന്താ എഴുതിയ? ഇൻഫ്യൂസ്ഡ് ചിക്കൻ തിന്നാൻ പോണെന്നാ പറഞ്ഞത്. തിന്നിട്ടില്ലേ? ഇല്ല. ഞാൻ വിചാരിച്ചു തിന്നിട്ടേ മറിക്ക്. കാട്ട് മേഖലകളിൽ കണ്ടുവരുന്ന മലമ്പാമ്പ് ഫ്രൈ. സത്യം മലമ്പാമ്പ് ഫ്രൈ മലം. നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ശരിയാക്കടാ, ഞാൻ ശരിയാക്കി. കുഴിമന്തി കുഴിമന്തി അല്ല പറഞ്ഞേ, എന്തായാലും ഹോട്ട്സ്പോട്ട് മന്തി കുഴിമന്തി വേറെയാ. അത് ഒതന്റിക് ആണ്. എന്ത് അത് ഇത് സഹാദി മന്തി അല്ല. സാധാ മന്തി അത് സഹാദി. സാദി വേറെ. എനിക്കും ചെയ്യറോ നിങ്ങൾക്കും ചെയ്യറോ അവക്കും ചെയ്യോ. ഗൈസ് അപ്പൊ എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല ഗൈസ്. അപ്പൊ എന്തായാലും കമന്റ് ചെയ്യുക ആരാ വിന്നർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു ചാലഞ്ച് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പൊ അടുത്തൊരു കീഴിലെ ചാലഞ്ച് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.